പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. ഡിസംബർ 8-ന് വിധി പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഷബ്ന, ഏറ്റവും ഏറെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 8 വർഷത്തോളം നീണ്ടുനിന്ന ഒരു നടപടിയാണ്. അതൊടുവിൽ ഈ ഡിസംബറിൽ വിധി പറയും എന്ന് അറിയിക്കുകയാണോ കോടതി? രുചീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഡിസംബർ 8-ന് വിധി പറയും എന്ന് തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 8 വർഷം നീണ്ട വിചാരണ നടപടികളാണ് കേസിൽ പൂർത്തീകരിച്ചിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ഈ കേസിൽ വിധി പറയുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 ഫെബ്രുവരി 17-നാണ് ഈ വിധി സംഭവം നടക്കുന്നത്. അതിനുശേഷം 2018-ൽ കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. 2018 മുതൽ നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് തന്നെ, 8-ാം പ്രതിയായി ദിലീപ് തന്നെ നൽകുകയും വിചാരണ നടപടികൾ പല ഘട്ടങ്ങളിലും തടസ്സം വരികയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ കേസിൽ സംവിധായകനായ ബാലചന്ദ്രകുമാർ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈ കേസിൽ തുടരന്വേഷണം നടത്തുന്നു. അതിനുശേഷം തുടർ കുറ്റപത്രം സമർപ്പിച്ചാണ് ഈ കേസിൽ ഇപ്പോൾ വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് ഡിസംബർ 8-ന് ഈ കേസിൽ വിധി പറയാം എന്ന് കോടതി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 2017 ഫെബ്രുവരി 17-ന് തുടങ്ങിയ കേസ്, അതിനുശേഷം 2018 ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഇതിൻ്റെ ഒരു കേസിൻ്റെ ഒരു നാൾവഴിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് രുചീഷ്. കാരണം 2017 ഫെബ്രുവരിയിലാണ് അത്താണിയിൽ വെച്ച്, അതായത് ഈ അങ്കമാലിക്കും അത്താണിക്കും ഇടയിൽ വെച്ച് ഓടുന്ന വാഹനത്തിൽ ഈ നടിയെ ആക്രമിക്കുന്നത്. ഈ സിനിമാ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ നടിയെ വാഹനം തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ ഉള്ള ഡ്രൈവർ അടക്കമുള്ളവർ ചേർന്ന് ഉപദ്രവിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസ് നെടുമ്പാശ്ശേരി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ഇതിൽ അന്വേഷണം നടത്തി നമുക്കറിയാം, ഈ കേസിലെ പ്രധാന പ്രതി, അതായത് 1-ാം പ്രതിയായ പൾസർ സുനി, നാടകീയമായാണ് പൾസർ സുനിയെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്യുന്നത്. കോടതിക്കുള്ളിലേക്ക് പൾസർ സുനി എത്തുകയും കോടതിയിൽ കീഴടങ്ങാൻ എത്തുമ്പോൾ പോലീസ് പിടികൂടുകയുമായിരുന്നു. കോടതിയുടെ മതിൽ ചാടിക്കിടന്നൊക്കെയാണ് അന്ന് പൾസർ സുനി എത്തുന്നത്. അതിനുശേഷം കോടതിയിൽ വെച്ച് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ഈ കേസിൽ 15 പേരെ ഈ കേസിൽ പ്രതിസ്ഥാനത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ 10 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. 15 പേരെ പ്രതിസ്ഥാനത്തെത്തിയെങ്കിലും 2 അഭിഭാഷകരെ ആദ്യഘട്ടത്തിൽ തന്നെ ഒഴിവാക്കിയിരുന്നു. ഈ മെമ്മറി കാർഡ് സൂക്ഷിച്ചു എന്ന് പറയുന്ന ഫോൺ നൽകിയത് ഈ അഭിഭാഷകർക്കാണെന്നും ഈ അഭിഭാഷകർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ചൂണ്ടിക്കാണിച്ച് 2 അഭിഭാഷകരെ പ്രതി ചേർത്തു. ഈ 2 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. മറ്റ് 3 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിൽ ഒരാൾ മാപ്പുസാക്ഷിയായിരുന്നു. അതിനുശേഷം 10 പ്രതികളാണ് ഇപ്പോൾ വിചാരണ നടപടികൾ നേരിടുന്നത്. ഈ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് തുടർ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ദിലീപിൻ്റെ സുഹൃത്തായ ശരത്തിനെ പ്രതി ചേർക്കുന്നത്. ആലുവയിലെ ബിസിനസ്സുകാരനായ ശരത്ത് ഈ കേസിൽ പ്രതിയാകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ 10 പ്രതികൾക്കെതിരെയുള്ള വിചാരണ നടപടികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. നിരവധി ഹർജികൾ നമുക്കറിയാം, ഏകദേശം ഒരു 50-ലധികം ഹർജികൾ ദിലീപ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. കോടതി മാറ്റണം, അതുപോലെ ജാമ്യം നൽകണം, ഈ കേസിൻ്റെ വിചാരണ നടപടികൾ നിർത്തിവെക്കണം. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ വിവാദമായത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന തെളിവായ മെമ്മറി കാർഡ്, ഈ മെമ്മറി കാർഡിലെ വിവരങ്ങൾ പുറത്തുപോയി, അല്ലെങ്കിൽ മെമ്മറി കാർഡ് അനധികൃതമായി കോടതിയടക്കം പരിശോധിച്ചു. കോടതികളെ, ജുഡീഷ്യറിയെ പോലും സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിച്ചൊരു കേസ് എന്ന് ഇതിനെ പറയേണ്ടി വരും. ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് ചില സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരെ വരെ ആക്ഷേപമുയർന്ന കേസ് കൂടിയാണിത്. അതിൽ അന്വേഷണം വേണം എന്ന ഒരു നിർണായകമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം ഈ മെമ്മറി കാർഡ് പരിശോധന സംബന്ധിച്ചും അന്വേഷണം നടത്തുകയും അതിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത കേസാണ്. ഏതായാലും നീണ്ട വിചാരണയ്ക്ക് ശേഷം ഇപ്പോൾ ഇത് വിധി പറയാൻ വെച്ചിരിക്കുന്നു. ഡിസംബർ 8-ന് കേസ് വിധി പറയും എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ഈ കേസിൽ വിധി പറയുന്നത്.